അമ്മ ഉണ്ടാക്കി തരിക. എന്താ കുറെ ദിവസമായിട്ട് ഒന്നും ഉണ്ടാക്കില്ലല്ലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അജീഷ് ഒറ്റപ്പാലാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അമ്മ ഉണ്ടാക്കി തരിക. എന്താ കുറെ ദിവസമായിട്ട് ഒന്നും ഉണ്ടാക്കില്ലല്ലോ, നമുക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കി തരുമോ? എണ്ണയൊന്നും അധികം പാടില്ലല്ലോ, കുറച്ച് ഒഴിച്ചിട്ടുണ്ടാക്കി തരാം. നമുക്ക് നെയ്ച്ചോറിൻ്റെ അരി കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം നേരെ പോയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കഴിക്കുന്നില്ല കേട്ടോ, ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ രാവിലെ പോയി അരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നോട്ടോ. അരി വാങ്ങിച്ച് വന്നപ്പോഴേക്കും ഭയങ്കര ലേറ്റായി. വേറൊന്നല്ല, നമ്മൾ വണ്ടി ഓടിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനെപ്പോഴും വണ്ടിയുടെ ഉള്ളിലെ ഫോൺ വെക്കൽ, അധികം ഞാൻ ഈ പോക്കറ്റിൽ വെക്കലില്ല. രണ്ട് ഫോണും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഒരു ഫോൺ കൊണ്ട് വണ്ടിയിൽ നിന്ന് തെറിച്ച് പോയി. അതിൻ്റെ സൈഡ് ചെറിയൊരു പൊട്ടലുണ്ട്. അപ്പോൾ നമുക്ക് മാനസികമായിട്ട് രാവിലെ തന്നെ വീഡിയോ എടുക്കാനുള്ള ഫുള്ള് മൈൻഡും അങ്ങോട്ട് പോയി. പിന്നെ അത് നേരാക്കാൻ കൊടുത്തു. കുഴപ്പമില്ല, വലിയ ഇതൊന്നും ആയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ നേരാക്കി വന്നപ്പോഴേക്കും തിരിച്ച് ഞാൻ വരുമ്പോഴേക്കും ചിക്കൻ മേടിച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചിട്ട്. എനിക്ക് ചിക്കൻ കഴിക്കാൻ പറ്റില്ല, അമ്മയച്ഛനും കഴിക്കാമല്ലോ വെച്ചിട്ട് ചിക്കൻ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇന്ന് പെരുന്നാളായത് കൊണ്ട് ചിക്കൻ കട എവിടെയില്ല. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോൻ്റെ രീതി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ വെച്ചിട്ട് ഞാൻ നെയ്ച്ചോറ് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം. എന്തായാലും നമ്മൾ 2000 സബ്സ്ക്രൈബർ ആവാറായിട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അതാണ് ഏറ്റവും വേണ്ടത്. അതുപോലെ ഷെയർ ചെയ്യണം. നമുക്ക് എന്താ പറയുക, മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. പിന്നെ പുതിയൊരു ചാനൽ തുടങ്ങുന്നുണ്ട്, നമ്മൾ അമ്മയും മോനും പറഞ്ഞൊരു ചാനൽ തുടങ്ങുന്നുണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്. അതുപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് ഉടനെ ഉണ്ടാവും, നമ്മൾ ഉടനെ തുടങ്ങും. അത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. പിന്നെ നല്ല രീതിയിലും ഉണ്ടാക്കില്ല. പക്ഷേ ഇപ്പോൾ കൂടുതൽ എണ്ണയും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ല. എനിക്കിങ്ങനെ ഉള്ളി അധികം വറുത്തിടാനൊന്നും പാടില്ല ശരിക്കും. ജസ്റ്റ് ഞാൻ കഴിക്കണു മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ ഉള്ളിയൊക്കെ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയിൽ എന്തുണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താ ഉണ്ടായിരുന്നു എന്നൊക്കെ. മഞ്ഞപ്പിത്തമായിരുന്നു, കുറച്ച് അധികമായിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ. കുറച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെന്തായാലും ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഉണ്ടാവുമല്ലോ, ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് പോവില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അമ്മയുടെ അടുത്ത് എന്തൊക്കെയാണ് ചോദിക്കുമ്പോൾ അമ്മ അത് പറയുന്നുണ്ട്. അത് സൗണ്ട് കിട്ടിയില്ല, അപ്പോൾ ഞാൻ തന്നെ സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മൾ റീൽസ് മാത്രം കണ്ടാൽ പോരാ, നമ്മുടെ ചെറിയ വ്ളോഗിങ് ആയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട്. അതും കാണണം കേട്ടോ, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടോ. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടം പോലെയല്ലേ കിടക്കുന്നത്. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറൊക്കെ ആയി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നുകൂടി വേവ് വേണ്ടുള്ളൂ. അത് കഴിഞ്ഞാൽ വേഗം പാത്രം മാറ്റും കേട്ടോ. എനിക്ക് പാത്രം മാറ്റി പെട്ടെന്ന് അടി പിടിക്കില്ല. നാരങ്ങ നീരൊന്നും ഒഴിക്കാൻ പറ്റില്ല, അത് കാരണം പെട്ടെന്ന് പാത്രം മാറ്റിയാണ്. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് കുറച്ച് ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പാത്രം മാറ്റിയാണ്. പാത്രം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉലർന്ന് സാധനം കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നെയ്ച്ചോറ് ഉണ്ടാക്കിയതാണ്. കുറേ ദിവസമായി മോന് നെയ്ച്ചോറ് വേണം പറയാൻ തുടങ്ങിയിട്ട്. കഴിക്കാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ കുറച്ച് കഴിക്കാൻ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അവന് അസുഖം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ദിവസം വരാഞ്ഞത്.